ആ പെണ്ണെന്റെ കുടുംബത്തെ തകർക്കാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയും മനസാക്ഷിയില്ലാതെ അവളെന്റെ പേരക്കുട്ടിയെ കൊല്ലുന്നത് ഞാൻ കരുതിയില്ല. ഇനി ചോരയ്ക്ക് പകരം ചോര എന്നുള്ള രീതിയായിരിക്കും. അവളെ ഈ കൈ കൊണ്ട് ഞാൻ കൊല്ലും. സഞ്ജു നിൽക്ക. സഞ്ജു, എടുത്ത് ചാടൊന്നും ചെയ്യരുത്. മഹിമ അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മഹിമ അറിഞ്ഞുകൊണ്ട് തന്നെയാ സ്വപ്നയെ തള്ളി താഴെ ഇട്ടത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിൽക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒന്നും തെളിയിക്കാനില്ലല്ലോ. ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടം വലുതാ. അതിന് അവളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കും. അവളിപ്പോ ക്യാമ്പസിലുണ്ടാവണ്ടാടി. സഞ്ജു നിൽക്ക. സഞ്ജു പറയുന്നത് സഞ്ജു. ഗിരീട്ട അവരോടൊന്ന് പറയ. അവരെങ്ങനെയെങ്കിലും തടയ. ശരിക്കും പറഞ്ഞ അവരുടെ കൂടെ ചെന്ന് ഞാൻ മഹിമയെ കൈകാര്യം ചെയ്യേണ്ടതാ. പക്ഷെ ഒരു സമയത്ത് അവളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അത് മനസ്സിലുള്ളത് കൊണ്ട് ഞാനൊന്നിനും പോകുന്നില്ല. പക്ഷെ അവരോട് മഹിമയോട് ക്ഷമിക്കാൻ പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ഞാൻ അവരെ തടയില്ല. സർ, മഹിമ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുക. സാർ ഒന്ന് പെട്ടെന്ന് കോളേജിലേക്ക് വരുമോ? അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. താങ്ക് യു സർ. ആ ഡെയ്സി ഡോക്ടർ ഉറപ്പായും സ്വപ്നയുമായി ഒത്തുകളിച്ച് എന്തെങ്കിലും ഒരു പണി തരാതിരിക്കില്ല. കൃത്യസമയത്ത് അനുപമ ഡോക്ടർ ഇവിടെ ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ അവരെ കൊണ്ടെല്ലാം അന്വേഷിപ്പിക്കായിരുന്നു. ചിലപ്പോ സ്വപ്ന ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തേ. സ്വപ്ന എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവള് കാരണം ചേച്ചിയുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനുള്ള അവസരം നഷ്ടമായി. സ്വപ്നയുടെ കുഞ്ഞു മരിക്കാൻ കാരണക്കാരി ഞാനാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ചേച്ചി എന്നോട് ക്ഷമിക്കില്ല. മഹിമേ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക് മഹിമേ. എന്തുപറ്റി? ആ ഗോപാലനും സഞ്ജു നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് പൊക്കോ. ഞാൻ എന്തിനാ വിളിച്ചോടുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? മഹിമ എവിടെയാ? മഹിമ എവിടെയെന്ന്